ആവുന്നതിൽ ഏറ്റവും വലിയ നിധി സ്വാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടലാണ്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബിനികൾ അള്ളാഹു നന്നാക്കി തരട്ടെ. കല്യാണം കഴിക്കാത്തവർക്ക് അള്ളാഹു നല്ല കുടുംബത്തെ അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആണിനും പെണ്ണിനും നല്ല ഇണകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണിത്. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ഈ ഭൂമി ലോകത്തെ ഏറ്റവും വിലമതിക്കാനാവാത്ത സാധനമാണ് എന്ന് പെണ്ണിനെപ്പറ്റി പറഞ്ഞെങ്കിൽ ആ പെണ്ണ് അങ്ങനെ ആയിത്തീരാൻ ഒരുപാട് കഷ്ടപ്പെടണം. ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ, അവളുടെ മക്കളോടുള്ള ബാധ്യതകൾ, ആ ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടുമുള്ള ബാധ്യതകൾ, അയൽക്കാരോടുള്ള ബാധ്യതകൾ, ഇതൊക്കെ വരുന്നുണ്ട്. എല്ലാം കൂടെ ചർച്ച ചെയ്യാൻ ഇവിടെ സമയം കിട്ടൂല. ഇന്ന് നല്ല ഭാര്യ എന്ന് പറയുമ്പം ഭർത്താവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഭർത്താവിനോടുള്ള ഭാര്യയുടെ ബാധ്യതകൾ വളരെ വലുതാണ്. ചെയ്തു തീർക്കാൻ കഴിയാത്ത ബാധ്യതകളാണ്. ഇന്നലെ നമ്മൾ നല്ല ഭർത്താവ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റില്ല. എന്നാൽ ഒരു പെണ്ണ് നല്ല ഒരു പെണ്ണാവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസപ്പെട്ട് ആയിത്തീരേണ്ട ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഈ കേൾക്കുന്നതിലൊരു ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രമിക്കണം എന്ന് പ്രത്യേകം പറയുകയാണ്. ചെയ്തു തീർക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പൊള്ളുന്ന വചനങ്ങൾ അത് വളരെ കടുപ്പമുള്ളതാണ്. ഒരു പെണ്ണ് അടുക്കളയിൽ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ഭർത്താവ് അവളെ ബെഡ്റൂമിലേക്ക് വിളിക്കുന്നത്. എങ്കിൽ അവൾ തിരക്കിട്ട ജോലിയിലാണ് എന്ന് പറഞ്ഞ് ഞാൻ ബിസിയാണ് എന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ലിഹാജതിഹി, ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ അവന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണെങ്കിൽ, വിളിച്ചാൽ എപ്പോഴാണോ വിളിക്കുന്നത് ഫൽതഅതിഹി, ഉടനെ അവൾ അവിടെ ഹാജരാവണം, അവന്റെ അടുത്തെത്തിക്കൊള്ളണം. വൈൻകാനത്ത് അലത്തന്നൂർ, അവൾ അടുപ്പത്ത് തിരക്കിട്ട ജോലികളിലാണെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയെ അവന്റെ ബെഡിലേക്ക് വിളിച്ചു, വിരിപ്പിലേക്ക് വിളിച്ചു. ഫലം തഅതിഹി, അവൾ പുറം തിരിഞ്ഞു നിന്നു, അവൾ അനുസരിച്ചില്ല, അവൾ അവിടെ ചെന്നില്ല, അയാളുടെ വിളിക്ക് ഉത്തരം നൽകിയില്ല. ഫബാത ഗളബാന അലൈഹാ, ആ രാത്രി മുഴുവൻ അയാൾ അവളോട് കോപിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ, ലഅനത്തുഹൽ മലായികതു ഹത്താ തുസ്ബിഹ, നേരം പുലരുവോളം അല്ലാഹുവിന്റെ മലക്കുകൾ, ഒരു തെറ്റും ചെയ്യാത്ത അല്ലാഹുവിന്റെ മാലാഖമാർ ഈ പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇത്തരം പരസ്പര സഹകരണമൊക്കെ യഥാർത്ഥത്തിൽ ഒരു പുരുഷന്റെ ഭാഗത്തു നിന്ന് പെണ്ണിനും വേണ്ടതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നില്ല. പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും ഇത് ബാധകമാണെങ്കിലും ഒരു പെണ്ണിന് ആണിനോടുള്ള കടപ്പാട് ആണിന് പെണ്ണിനോടുള്ള കടപ്പാടിനേക്കാൾ എന്നും വലുതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇത് 250-50 എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. വിഷയം അങ്ങനെയാണ്. വളരെ വലിയ ബാധ്യതകളാവുള്ളത്. നിർബന്ധമായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഇതോർത്തുകൊണ്ടായിരിക്കണം ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം എന്താ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇവളെയും ഇവന്റെ മക്കളെയും
എല്ലാം നോക്കിപ്പോറ്റേണ്ടത് പുരുഷനാണ്. ആ ബാധ്യതകളൊക്കെ ഇവന്റെ തലയിൽ കിടക്കുകയാണ്. എല്ലാം ഇവന്റെ തലയിലാ കിടക്കുന്നത്. ഉത്തരവാദിത്ത ഭാരങ്ങൾ ധാരാളമുള്ളയാളാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആ സ്ത്രീക്ക് ഈ ഒരൊറ്റ ആളുടെ കാര്യമാണ് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്. വല്ലതും സമ്പാദിക്കണം എന്നുള്ള ചുറ്റുപാടോ അത്തരം മാനസിക തിരക്കുകളോ അതൊന്നും സ്ത്രീയെ അലട്ടുന്നില്ല. സ്ത്രീക്ക് തന്റെ ഭർത്താവ്, തന്റെ ഭർത്താവിന്റെ മക്കള്, അവരെ എങ്ങനെയൊക്കെ, തന്റെ മക്കളെയും ഭർത്താവിനെയും എങ്ങനെയൊക്കെ നോക്കണം, അവരെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണം,